കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവം പിതായമായൻ വാഴ്ത്തപ്പെടും. കേട്ടോ, ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിന്റെ അടുത്തൊരു വാക്യമുണ്ട്, കരുണാസമ്പന്നനായ നമ്മുടെ ദൈവവും. സജൻ, इफिसियों की पत्री 2 अध्याय उसके 4 आयत में इस प्रकार से लिखता है, परंतु परमेश्वर ने जो दया का धनी है, ये वचन हम पढ़ते हैं। ഇനി 1 Corinthians 1:7 വായിച്ചേ. 1 Corinthians 1:7. पहला कुरिन्ती 1 का 7 आयत को भी हम पढ़ेंगे। ഒന്നിന്റെ ഏഴോ? ആ, എങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പൊ നോക്കി, അതൊരു ധനമാ. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ധനമുണ്ട്, ധനം കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ദൈവസഭയ്ക്കകത്തു വേണ്ടത് സമ്പത്തല്ല, ദൈവത്തിന്റെ ധനത്തെ നിറഞ്ഞിരിക്കുന്ന കൂട്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और प्रभु का वचन हमें याद दिलाता है कि हमारे अंदर परमेश्वर ने आमीन भरा हुआ परमेश्वर का एक धन है, तो वो धन को हम आमीन इकट्ठा करते हुए हमारे ये जीवन को हमें आगे ले चलने के लिए प्रभु इच्छा करता है। ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ധനം കൊണ്ടല്ലേ നമ്മളെ രക്ഷിച്ചേ? मैं आपसे पूछता हूँ, क्या परमेश्वर ने अपने धन से हमें उद्धार के अनुभव में लाया है? അപ്പം ദൈവം നമ്മളെ രക്ഷിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ടേ പറ്റത്തുള്ളൂ. और यदि हमारे जीवन को बचाया जाना है तो परमेश्वर का वो धन से ही वो संभव हो सकता है। ദൈവം ഒരു രക്ഷിക്കുന്ന ഒരു പാപി ദൈവത്തിന്റെ ധനം കൊണ്ടാ. ആ ധനം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, കൃപയിൻ അത്യന്തനം ഈ മൺപാത്രത്തെ ദൈവം പകർന്നു. കാരണം മറ്റൊരു രക്ഷിക്കാൻ, ബലപ്പെടുത്താൻ, കരുണ കൊണ്ട് നേടുവാൻ, അവരെ പരിപാലിപ്പാൻ, ലോകത്തെ രക്ഷിപ്പാൻ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ ധനമാണ് ദൈവത്തിന്റെ ധനം. और हमारे अंदर जो परमेश्वर ने दिया हुआ जो दया का धन है, वो अनेक लोगों के ऊपर अनुग्रह देने के लिए, अनेक लोगों को आमीन पाप के अनुभवों से बाहर ले आने के लिए जो परमेश्वर ने हमारे अंदर नियुक्त किया है, वो धन आमीन महान रहता है। യേശു ഉണ്ട്, പണ്ടൊരുത്തനെ ഈ വയല് നന്നായിട്ട് അങ്ങ് വിളഞ്ഞു. और यीशु मसीह इस प्रकार से कहता है कि एक व्यक्ति था जिसका जो खेत है बहुत अच्छे से फलवंत दशा में पहुंच गई, ശരിക്കങ്ങ് വിളഞ്ഞു. अच्छे से वो फलवंत अवस्था में चले आए പുള്ളിക്ക് ഉറക്കമില്ലാതായി. और उनको रात को नींद भी उस व्यक्ति का चला गया। അത് തന്നോട് തന്നെ പറയുക, ഞാൻ പാണ്ഡ്യശാലകൾ വലുതാക്കും, സ്റ്റോർ ചെയ്യും, ഏറിയ കാലം തിന്നുക കുടിക്കുക ആനന്ദിക്കുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, തിന്നുക കുടിക്കുക ആനന്ദിക്കുക. और वो व्यक्ति फिर अपने आप से कहने लगा कि मैं अपने खलिहानों को तोड़कर बड़ा बनाऊंगा और उसी में सारी इन वस्तुओं को रखूंगा, और उसका अंत में उसका ये सोच रहता है कि खाना है, पीना है और मौज करना है, यही अनुभव में वो चले जाते हैं। ദൈവം ഇത് കേട്ടോണ്ടാ ദൈവം കുറച്ച് മൂഢ. और परमेश्वर ने ये सुनकर उस व्यक्ति से इस प्रकार से पूछता है, हे मूर्ख। മൂഢ ആയതുകൊണ്ടല്ലേ വിളി കേട്ടെ. അവൻ വിളിച്ച് എന്തോ. और जब वो मूर्ख रहा इसलिए उसने उस बुलाहट के लिए प्रतिक्रिया किया और वो पूछता है, क्या हुआ? അടുത്ത കേട്ടോ, ഇന്ന് രാത്രി നിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കും, നീ ഉണ്ടാക്കി വെച്ചത് ആർക്കാ? तो उससे इस प्रकार से सवाल पूछते हैं कि आज रात तेरी आत्मा को बुला लिया जाए तो तूने ये संपत्तियों को जो इकट्ठा कर रखा है वो किसके लिए होगा? അടുത്ത വിഷയം, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സ്വരൂപിക്കുന്ന ഗതി ഇങ്ങനാകുമെന്ന്. और अगले आयतों में इस प्रकार से लिखता है कि परमेश्वर के कार्यों में, आत्मिक विषयों में संपत्ति कमाए बिना ऐसे अपने आप के लिए इस दुनिया में इकट्ठा कर कर रखे तो उस व्यक्ति का हाल उसी प्रकार से होगा। നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അനുഗ്രഹിച്ചു, മക്കൾ വിദേശത്ത് പോയി, വീടുണ്ടാക്കി, കാശുണ്ടാക്കി, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ത്രില്ലാവും.
और हम अक्सर अक्सर सुनने वाला जो गवाहियां हैं वो यह हैं कि मैं उद्धार पाया, बपतिस्मा लिया, उसके बाद बच्चों को अच्छे से पढ़ाई लिखाई करवा कर वे विदेश चले गए, वे घर लिए, वे ऐसे किए वैसे किए, और यह सुनते ही हम बहुत उत्साह और आनंद में चले जाते हैं। നീ എന്ത് നേടി? ദൈവത്തിന്റെ ധനം കൊണ്ട് നീ എത്ര പേരെ രക്ഷിച്ചു? എത്ര പേരെ ബലപ്പെടുത്തി? സഭയ്ക്ക് അനുഗ്രഹമായോ? ദൈവദാസന് കൂട്ടായ്മയോ? ഈ ധനം എത്ര പേർക്കുണ്ട്? और प्रभु का सवाल यह है कि आपने परमेश्वर के उस धन के बदौलत आपने क्या क्या आपके जीवन में प्राप्त किया है, कितने लोगों को उद्धार के अनुभव में ले आया है, आपके जीवन के द्वारा आपकी कलीसिया का पासबान और आपकी कलीसिया मंडली में कितनी आशीषों को आपने दे दिए हैं, ये सब कुछ परमेश्वर सवाल रखता है। പണ്ട് കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പെന്തക്കോസ്തിന്റെ ജ്വാല പടർന്നപ്പോൾ ആർക്കും കാശില്ലായിരുന്നു, പക്ഷെ ആത്മിക സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. पुराने जमाने में विशेष करके केरल की स्थिति के अनुसार कहा जाए, जब आत्मा का उस आग आमीन लोगों के बीच में फैलने लगा, तो वे लोगों के हाथ में ज्यादा धन संपत्ति तो नहीं थे, परंतु आत्मा में वो प्रेम और प्रभु का वो सामर्थ्य में वे एक दूसरे के साथ अच्छे मेल मिलाप और संबंध में रहते थे। ഞാൻ മോളെ കൊണ്ടാക്കാനായിട്ട്, അവള് കേരളത്തിൽ പഠിച്ചപ്പോൾ ഒരു ചർച്ചിൽ പോയി. മോളെ അവളെ ചർച്ചിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ അയൽവക്കത്തോട് സഹോദരി പോകുന്ന ചർച്ചിൽ പോയി. और मैं मेरे बेटे को जब केरल में वे पढ़ रही थी तो उसे केरल में ले जाकर वहां पर बसाने के लिए और साथ साथ वहां एक पास की कलीसिया में उसको शामिल कराने के लिए जब मैं वहां लेकर गया, അപ്പൊ അവിടെ പണി തീരാത്ത ഇഷ്ടിക കൊണ്ട് പകുതി കെട്ടിയിരിക്കുന്ന ഒരു ഹാള. तो वहां हमने इस प्रकार से देखा कि कोई ऐसे एक 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 हॉल है जिसका काम पूरा नहीं हुआ है, केवल ईंटों से आधा वो जो काम कर कर रखा हुआ एक ऐसे हॉल को हमने देखा। ചർച്ചിലെ വിശ്വാസികൾ തന്നെയാ പണിയുന്നത്. चर्च के जो विश्वासी लोग हैं वे ही उस काम को कर रहे थे। ഫാനൊന്നുമില്ല, ഭയങ്കര ചൂടാ. പക്ഷെ ആ വിശ്വാസിയുടെ സ്നേഹം, അവരുടെ ആ തമ്മിലുള്ള ആ അഫെക്ഷൻ, അപ്പോൾ ഇതാണ് ആത്മിക സമ്പത്തുള്ള സഭ. അപ്പം ഞാൻ ആ ചർച്ചിലെല്ലാം ഫാൻ മേടിച്ചു കൊടുത്തു. പല പൈസ അന്ന് ഞാൻ ഗൾഫിലാണ് കളക്ട് ചെയ്ത് ആ സഭ മനോഹരമാക്കാൻ ഞാൻ പറഞ്ഞു. അവര് പറയുന്നത് ഈ ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസി നിറഞ്ഞിരിക്കുന്ന, കേട്ടതുപോലെ കൃപയിൻ അത്യന്ത ധനത്ത നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. और उस समय में उनके पास कोई फैन नहीं थे, लेकिन वे लोग कितने आनंद के साथ प्रेम के साथ संगति करते थे। और उसके बाद प्रभु ने हमें भी मौका दिया कि वहां पर कुछ ऐसे फैन को खरीद के दे, उस हॉल को और सुंदर बनाए, वहां के लोग प्रभु की आराधना कर सके। तो ऐसे ही जैसे प्रभु का वचन में लिखा है कि दया का वो धन जो परमेश्वर ने हमें दिया है वो हमारे जीवन में भरकर हम दूसरों को जीवन में उसी के द्वारा आशीष को फैलाएं। ആർക്കും കാറില്ല, ആർക്കും ബൈക്കില്ല, എല്ലാരും നടന്നത് വെറും പാവങ്ങൾ. ഞാൻ ഓർത്തു, ഇതല്ലേ സമ്പത്ത് എന്ന് പറയുന്നത്? और चर्च में उस समय में किसी के पास ना तो कोई गाड़ी है ना तो कोई बाइक है, वे सब पैदल चल के आते हैं, परंतु उनके अंदर जो आनंद और खुशी जो थी, तो मैं उस समय इस प्रकार सोचने लगा, क्या यही तो है ना परमेश्वर में जो प्रेम और धन जो प्रभु हमें देता है। ഇനിയും എഫ് ലേഖനം 2-7 വാക്യം വായിച്ചേ. 6-7 കൂടെ ഒന്ന് ചേർത്തൊന്ന് വായിച്ചേ. 6-7. आगे हम पढ़ेंगे इफिसियों की पत्री 2 अध्याय उसका 6 और 7 आयतों को भी। ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് കൃപയുടെ അത്യന്തധനത്തെ കാണിക്കേണ്ടതിന്. അടുത്തത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കണ്ടോ, സ്വർഗത്തിൽ ആത്മിക സ്വർഗത്തിൽ നമ്മൾ ഇരുത്തിയിരിക്കുക. यहाँ पर इस प्रकार से लिखा है, और मसीह यीशु में उसके साथ उठाया, स्वर्गीय स्थानों में उसके साथ बैठाया, कि वह अपने उस कृपा से जो मसीह यीशु में हम पर है
आने वाले समयों में अपने अनुग्रह का असीम धन दिखाएं। പാപത്തിന്റെ ശമ്പളമായ മരണത്താൽ മരിച്ചു കിടക്കപ്പെട്ട ഈ ശവപ്പറമ്പിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ യേശു കർത്താവ് ഒരു ക്രെയിൻ എന്ന പോലെ ഇവിടെ വന്ന് നമ്മളെ പൊക്കിയെടുത്ത് യേശു രക്തം കൊണ്ട് കഴുകി ആത്മീയ സമുദ്രം നിറച്ച് മഹത്ത് ഇരുത്തിയിരിക്കുന്ന ഒരനുഭവമാണ് ഒരു ദൈവത്തിന്റെ അനുഭവം. और पाप के कीचड़ में डूबे हुए हम लोगों को परमेश्वर का प्रेम और प्रभु का उद्धार के अनुभव में हमें ले जाकर प्रभु का वचन हमें कहता है कि उस अनुग्रह के असीम धन को देखकर हमें प्रभु के उस ऊंचे स्थानों में हमें बैठाया हुआ अनुभव है, एक आत्मिक व्यक्ति का अनुभव। ആ യേശുവിന്റെ കൂടെ ഇരുത്തിയിരിക്കുന്ന സ്വർഗീയ മഹിമയുടെ ആ മഹത്വം അനുഭവിക്കുന്ന ഒരു സമ്പത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുക. और वो यीशु के साथ उस स्वर्गीय महिमा को अनुभव करने लायक ऐसे एक अवस्था में हमें ले जाने वाली एक कार्यों को यहाँ हम देखते हैं। അതിന്റെ രണ്ടാമത്തെ ഒന്നിന്റെ വാക്യത്തിൽ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു നമ്മെ ഉയർപ്പിച്ചു. ആര്? ക്രൈനായ യേശു ഉയർപ്പിച്ചു. और उसके 2 अध्याय पहले आयत में हम इस प्रकार से पढ़ते हैं कि उसने तुम्हें भी जिलाया जो अपने अपराधों और पापों के कारण मरे हुए थे। तो यीशु मसीह जो हमारे लिए एक क्रेन के समान काम करते हुए जो अधर्म में अपराधों में डूबे हुए थे, हमें वहां से उठाकर उस स्वर्गीय स्थान में हमें ले जाता है। കൃപയുടെ അത്യന്ത ധനത്താൽ നിറഞ്ഞിരിക്കുന്ന രണ്ടുപേരായിരുന്ന പൗലോസും ശീലാസും അവരെ കാരാഗൃഹത്തിന് ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരക പ്രമാണി അന്ന് രക്ഷിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ആ സമ്പത്തെ മുട്ടുമടക്കി ദൈവത്തെ സമ്പത്ത് പ്രാപിച്ച് വചനത്തിന്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം പ്രാപിച്ച് ഉയരങ്ങൾ ഇരുത്തിരിക്കുന്ന അനുഭവത്തിൽ വേണം ദൈവമക്കൾ ഭൂമി ജീവിക്കാൻ. और उस धन की असीम सीमाओं को प्राप्त किए हुए या असीम धन को प्राप्त किए हुए 2 लोग थे, आमीन, पौलुस और सीलास, जो कारागृह में बंद रहने के समय में भी वो परमेश्वर के उस आमीन अनुग्रह के उस धन को अनुभव करते हुए अपने साथ उस कारागृह के उस जेलर को भी जो अपने साथ बचाने के अनुभव में ले गया। वैसे ही हम और आप इस दुनिया में जब रहते हैं उस अनुग्रह के उस असीम धन को हमारे जीवन से दूसरों के जीवन में अनुभव कराने वाले लोग बनना है। നമ്മുടെ ചർച്ചിന്റെ ഫ്രണ്ട് നിരന്നു കിടക്കുന്ന കാറല്ല സഭയുടെ സമ്പത്ത്, ബാങ്ക് ബാലൻസ് അല്ല, AC ഹാളല്ല, അതൊക്കെ നമുക്ക് വേണം. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പത്തിന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുക. और हमारे कलीसिया के बाहर जो लाइन में पड़े रहने वाले गाड़ियों का आमीन गिनती नहीं, या फिर हमारे हॉल के अंदर AC लगाए हैं, ऐसे सुविधाओं का एक बड़ा एक सूची नहीं, परंतु हमारे एक एक के अंदर वो परमेश्वर का अनुग्रह का वो धन, आमीन, जो दया का वो धन है, वो हमारे अंदर भरते हुए एक दूसरे के लिए एक आश्वासन का अनुग्रह का कारण बने, यही प्रभु का इच्छा हमारे ऊपर रहता है। ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ നട്ടുച്ചയ്ക്ക് ഒരുത്തൻ വന്ന് മുട്ടുകുത്തി. एक समय यीशु मसीह के पास दिन दहाड़े एक व्यक्ति आकर वो घुटने टेकते हैं, ഇട്ടുമൂടാൻ പണമുള്ള ഒരുത്തനാ. और वो ऐसा एक धनी व्यक्ति है कि वो अपने ऊपर पूरे अपने धन को डालकर अपने आप को छुपा सकते हैं। നിക്കോദോമസും ഓടിപ്പോയി രാത്രി വന്നെങ്കിൽ ഈ പുള്ളി ഉച്ച സമയത്താ വന്നത്. निकोदिमोस नाम का वो जो व्यक्ति हैं वे रात के समय यीशु से भेंट करने आए, परंतु ये व्यक्ति तो दिन के समय आते हैं। പുള്ളി വന്ന് ഭയങ്കര സമ്പന്ന മുട്ടുകുത്തി, ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? और ये जो व्यक्ति जो आया है वे बहुत धन संपत्ति को रखने वाला व्यक्ति है, और यीशु मसीह के पास आकर घुटने टेककर इस प्रकार से कहता है, पूछता है, हे गुरु, अनंत जीवन पाने के लिए मुझे क्या करना है? He came with the right person with the right question. वो एक सही व्यक्ति के पास आया था और एक सही सवाल को लेकर उसके पास आया था। ഇത് പറഞ്ഞു, നീ വചനം പ്രമാണിക്കണം, സ്നേഹിത. അപ്പം അവൻ പറഞ്ഞറിയാവും,
ഇതും പണ്ട് പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. और यीशु मसीह ने उससे कहा कि तुम्हें व्यवस्था की बातों को पूरा करना है इत्यादि विषयों को जब उससे कह रहे थे, तो वो व्यक्ति यीशु से उत्तर देता है, ये तो मैं अपने बचपन से ही पूरा करते आया हूँ। അദ്ദേഹത്തിന് ഭൗമിക സമ്പത്തുണ്ട്, പക്ഷെ ആത്മീയ സമ്പത്തില്ല. और उस व्यक्ति के पास इस दुनिया की सारी संपत्ति है, परंतु आत्मिक संपत्ति नहीं है। ഇങ്ങനെ ഒരാളെ എന്റെ ചർച്ചയിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ കസേര പിടിച്ച് നമ്മൾ ഇരുത്തും. इस अवस्था में रहने वाला एक व्यक्ति मेरी कलीसिया में पहली बार आते हैं, तो हम अक्सर उसे बड़े कुर्सी में पकड़कर बैठा देते हैं സാറേന്ന് വിളിക്കും. और उसे हम सर कर कर भी बुला देंगे। ചർച്ചിന്റെ സെക്രട്ടറി ആക്കും. हो सके तो उसे हम एक कलीसिया का सचिव भी बना देंगे, കാശ് വാരി തരും. क्योंकि वो हमें बहुत सारा पैसा दे देगा। ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമേഴ്ഷ്യലൈസ്ഡ്. और इसलिए आज हम इस प्रकार से बोलते हैं कि परमेश्वर का राज्य आज एक वाणिज्य का कारण बन गया है। ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട്. കേരളത്തിലെ ഒരു വലിയൊരു സമ്മേളനത്തിൽ 8 വയസ്സുള്ളൊരു പെങ്കൊച്ച് പ്രസംഗിച്ചു. पिछले दिन एक बड़ा घटना हुआ कि केरल में एक 8 साल की एक लड़की ने एक बड़े मंच में प्रचार किए। പാവപ്പെട്ട ഒരു വീട്ടിലെ കൊച്ചാ. അവള് ആ സദസ് ഇളക്കി. ഇതാണ് സമ്പത്തെന്ന്. ഈ സമ്പത്തുള്ള എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്. और ये जो बेटी थी, एक छोटी घर के एक गरीब घर की एक बेटी थी, परंतु उसने जो वचन दिया, जो प्रचार किया, तो वह सारे मंडली को उसने आमीन हिला डाला। तो ऐसे संपत्ति रखने वाले कितने जवान बच्चे हमारे बीच में हैं। ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു ആൺകൊച്ച് ജനിച്ചാൽ അവൻ എഞ്ചിനീയർ ആക്കണം, പെങ്കൊച്ചാണ് BSc നേഴ്സ്. ഇതാണ് പണ്ടത്തെ പരിപാടി. और इस हाल ही तक हमें ऐसे होता है हमारे घरों में कि एक लड़का हुआ तो उसे इंजीनियर बना देंगे, एक बेटी जन्म होती है तो उसे हम BSc नर्सिंग में भेज देते हैं। ഭൗമിക സമ്പത്തിന് വേണ്ടി പേരൻസ് തന്നെ ചാർജ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോയത്. और इस संसारिक आशीषों के लिए हमारे माता पिता जो हैं हमें बच्चों को प्रोत्साहन देते जा रहे हैं, और इसी दौरान हमारे बच्चे आत्मिक स्थिति में वो नष्ट होते जा रहे हैं। ഒരിക്കലും ബറോഡ ചർച്ചിൽ ഒരു പ്രാർത്ഥന മനുഷ്യ ദേവദാസൻ ഉണ്ടായിരുന്നു. അവിടെ 8 പിള്ളേർ 10ാം ക്ലാസ്സിൽ പഠിക്കുക. 8 പിള്ളേരും സഭായോഗത്തിന് വരത്തില്ല. അവർ സൺഡേ ട്യൂഷന് പോകും. और एक बड़ौदा में एक व्यक्ति होता था जो प्रार्थना करने वाला रहते थे, और उस कलीसिया में 8 बच्चे जो हैं 10वीं की परीक्षाओं के लिए तैयारियों को करते थे, और ये 8 बच्चे जो हैं कलीसिया में आराधना के लिए नहीं आते थे, वो ट्यूशन चले जाते थे। പുള്ളി എന്താ അറിയോ, പുള്ളി അങ്ങ് പറഞ്ഞു സഭായോഗ നടുവിൽ വെച്ച് ഈ 8 പിള്ളേരും പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നു. और उन्होंने क्या मालूम ऐसे बोल दिया कि कलीसिया के बीच में कि ये बच्चे जो ट्यूशन जाते हैं, चर्च नहीं आ रहे हैं, ये 8 बच्चे फेल हो जाएंगे परीक्षाओं में। 8 പിള്ളേരും തോറ്റുപോയി, പാസ് ട്രാൻസ്ഫർ പോയി. 8 बच्चे फेल भी हो गए, पासबान का ट्रांसफर भी हो गया। അടുത്ത 30 പേരുടെ മക്കളായിരുന്നു, പുള്ളി പോയി. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭകളും ദൈവമക്കളും പ്രശംസിക്കുന്നത് ഭൗമിക സമ്പത്തിലാണ്, ആത്മീയ സമ്പത്തിലല്ല. और कारण ये था क्योंकि वहाँ के वरिष्ठ लोगों के बच्चे थे, इसलिए आज भी हम ये देख पाते हैं कि आज की कलीसियाएं, आज के लोग आनंदित होते हैं, खुशी मनाते हैं, दुनिया की संपत्तियों में है, परंतु परमेश्वर का धन में कोई रुचि नहीं रखता है। ദൈവത്തിന് നമുക്ക് മടങ്ങി വരാം ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവമുഖത്തേക്ക് കണ്ണീരോടെ നോക്കാം. കർത്താവേ, എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറ, എന്റെ സഭയെ ആത്മാവിന്റെ സമ്പത്തിനാൽ അങ്ങയുടെ ധനത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. आइए हम अपने आप को प्रभु के आगे हम समर्पित करेंगे। हम अपने आप को प्रभु में, अपने परिवार, अपने सामीन बच्चों को प्रभु में हम समर्पित करते हुए इस प्रकार से प्रार्थना करेंगे कि मुझे प्रभु आत्मा के वो धन और उस संपत्ति से भर देना प्रभु। മൺപാത്രത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന മൺപാത്രത്തിൽ
और ये प्रभु का वचन में आगे इस प्रकार से बताते हैं, ये जो संपत्ति है परमेश्वर ने मिट्टी के बर्तनों में भर कर रखे हुए हैं। വെളുമ്പറമ്പിൽ കിടപ്പെട്ട ചത്ത് കിടന്ന നമ്മളെ ഉയിർപ്പിച്ച് സ്റ്റെപ്പ് കയറ്റിക്കൊണ്ടുപോയി ദൈവത്തോടു കൂടെ നടന്ന് ആത്മീയ കൂട്ടായ്മ പ്രാപിച്ച് കൃപകൾ പ്രാപിച്ച് വചനം പ്രാപിച്ച് സ്റ്റെപ്പ് വളർന്ന് വളർന്ന് യേശുവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് കൊണ്ടു പോകുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. और हम जो बाहर पड़े थे, कोई काम का कोई वैल्यू नहीं, कोई मूल्य हमारे अंदर नहीं था, उन लोगों को हम जैसे लोगों को परमेश्वर ने ले आकर परमेश्वर ने हमें आमीन अपने कार्यों में रखा है। तो प्रभु हमसे चाहता है कि हमारे जीवन से वो परमेश्वर के लिए हम उपयोग का और प्रयोजन का पात्र बनकर प्रभु के लिए कार्य करें। ഈ സ്വർഗീയ മഹത്വം അനുഭവിച്ച് പകർന്നു കൊടുത്ത് ദൈവസഭയെ സ്ട്രോങ് ആക്കി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകും. और ये स्वर्गीय महिमा को हमारे जीवन में अनुभव करते हुए हम आमीन दूसरों को इसी के द्वारा हमें सामर्थी बनाते हुए उस परमेश्वर के आगमन के लिए हम अपने आप को और दूसरों को तैयार करते हुए हमें आगे बढ़ना है। കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സെമട്രിയിൽ പോയി. मैं पिछले दिन यहाँ पे एक जो मसीह लोगों का दफनाने का जो जगह है वहां पर मैं गया। അപ്പൊ അവിടെ ഒരു സൈഡില് കയറുന്നിടത്ത് തന്നെ നല്ല ഫോട്ടോ ഒക്കെ സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒരാളിങ്ങനെ കല്ലറ വെച്ച് ആ ഫോട്ടോ ഒക്കെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുക. ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. और वहां पर जहां हम प्रवेश करते हैं उसी के बगल में एक अच्छा सा चित्र रखा गया है, एक व्यक्ति का जो सूट कोट सब पहनकर अच्छे से उसको रखे गए हैं। उस चित्र में तो कोई खराबी हुआ नहीं है। അവൻ ഞാന് അയാളോട് ചോദിച്ചു, നല്ല ബ്യൂട്ടിഫുൾ ഇത് കാണാൻ, ഇതിനകത്തെ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? 2 വർഷം കഴിഞ്ഞു. तो मैं वहां के उस देखभाल करने वाले व्यक्ति से पूछा कि ये चित्र को देखकर तो बहुत सुंदर लग रहा है, क्या इसके अंदर पड़ा हुआ व्यक्ति के ऊपर कुछ या उसके शरीर में कुछ हुआ होगा या कुछ ऐसी रहा है क्या? അപ്പൊ അദ്ദേഹം ഇതെല്ലാം ബന്ധാക്കി അതിപ്പോ പൊളിക്കാൻ പോവാ. അകത്തൊന്നും കാണത്തില്ല, തലയോട്ട് മാത്രം കാണും. और उन्होंने इस प्रकार से कहा कि अब तो ये हम तोड़ने जा रहे हैं, इसके अंदर तो अभी कुछ भी बचा नहीं होगा, केवल हड्डी और कंकाल बचे रहेंगे। പുള്ളിക്കയുടെ വീടുണ്ട് നെറൂളിലെ. പുള്ളിക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് കർത്താവിന്റെ വേല ചെയ്ത മനുഷ്യനായിരുന്നു. പുള്ളിക്കാരനെ നല്ല പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അധികം പ്രായത്തിന് മുമ്പ് മരിച്ചുപോയി. ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ പോയിരിക്കുന്ന ഏത് സമ്പത്തും കൊണ്ടാ അദ്ദേഹം ഇവിടെ വെച്ച് മുഴങ്കാലിൽ പ്രാപിച്ച ദൈവം പകർന്നു കൊടുത്ത ആ സമ്പത്ത് കൊണ്ട്, അതുകൊണ്ടാണ് യേശു പറഞ്ഞ എന്നറിയാമോ, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. वो व्यक्ति जो था एक परमेश्वर के दास रहा था, परंतु उस सेवकाई को निकलने से पहले वे नौकरी करते थे। नौकरी को छोड़कर वो सेवकाई में प्रवेश किए थे, तो काफी सारा पैसे धन संपत्ति उन्होंने इकट्ठे किए हैं। उन्होंने यहाँ पर एक घर भी उनका स्वयं है, सब कुछ है, परंतु आमीन जब वो इस सब को छोड़कर वो स्वर्ग जा रहे हैं, ये कोई भी वस्तुएं, ये कोई भी संपत्ति वो लेकर नहीं जा सकते। केवल और केवल वो जो आत्मिक अनुभवों को उन्होंने प्राप्त किए हैं वही वो अपने साथ लेकर जा सकते हैं। इसलिए हमें हमेशा याद रखना है कि हमें इस दुनिया में कमाने वाला कुछ भी हम यहाँ से लेकर नहीं जा पाएंगे, केवल वही जो हमने आत्मिकता में अनुभव किए हैं। യേശുവിനെ പറ്റി പ്രവാചകൻ യെശയ്യാ പറഞ്ഞിരിക്കുക വർഷങ്ങൾക്ക് മുമ്പ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. और इसलिए यशायाह नबी यीशु मसीह के बारे में इस प्रकार से बताता है कि अमीन जो दरिद्र हैं उन्हीं को सुसमाचार सुनाने के लिए परमेश्वर ने मुझे अभिषेक किया है। ഏത് ആത്മാവിൽ ദരിദ്രരോട്? और कौन से दरिद्र लोग हैं? जो यीशु मसीह जो पहाड़ी उपदेश में वचन कहता है, जो आत्मा में दीन और दरिद्र हैं उन्हीं को। ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാരാണെന്ന് യേശു അവരെ രക്ഷിച്ച് ആത്മീയ സമ്പന്നരാക്കാൻ വേണ്ടി യേശു വന്ന്
और आमीन, यीशु मसीह ये बात को बताते हैं कि जो आत्मा में दीन और दरिद्र हैं वे आमीन धन्य लोग हैं। उन्हीं को आमीन अपने अनुग्रह के कारण धनी बनाने के लिए यीशु मसीह स्वर्ग को छोड़कर इस पृथ्वी पर आया है। ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. प्रभु के दास जब 8वीं कक्षा में पढ़ रहे थे तो केरल में एक बड़ी ऐसी घटना हुई। അന്ന് കേരള ലോട്ടറി ടിക്കറ്റ് 1,00,000 രൂപയാ. 1 രൂപയായിട്ടുള്ള ടിക്കറ്റിന് 1 രൂപ ടിക്കറ്റ്. और उस समय में केरला में लॉटरी का टिकट जो उपलब्ध होते थे वो 1 लाख का इनाम रखता था और वो केवल 1 रुपए के रहते थे। ഒരു പാവപ്പെട്ട ഒരുത്തന് 1,00,000 രൂപ ടോട്ടൽ അടിച്ചു. 1,00,000 എന്ന് പറഞ്ഞാൽ ഇന്ന് 10 കോടി രൂപയ്ക്ക് തുല്യമാ. അടിച്ചു. और वहां ऐसा हुआ कि एक बहुत गरीब व्यक्ति को ये लॉटरी लग गई और उसे 1 लाख का इनाम मिल गया। उस समय का 1 लाख बोले तो आज का 1 करोड़ों का आमीन कीमत रखता है। പേപ്പർ മേടിക്കാൻ കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ പേപ്പർ കടം മേടിച്ചുകൊണ്ട് വന്നിട്ടാ ലോട്ടറി टिकट അടിച്ചോ നോക്കിയത്. और वो बगल वाले घर में जाकर उनकी अखबार को लेकर आकर उसमें पढ़कर देखते हैं कि क्या इन्हें लॉटरी लगा है या नहीं है। അടിച്ച സന്തോഷം കൊണ്ട് ഭയങ്കര ചിരി. ചിരിച്ച് മറിഞ്ഞു വീണ ചത്തുപോയി. और लॉटरी लगने की खुशी के कारण बहुत खुशी मनाने लगे। बहुत बहुत हंस रहा था। हंस के गिर गए और वहीं पर वो उसका मृत्यु हो गया। പേപ്പറിൽ ന്യൂസാ തേടി വന്ന ഭാഗ്യം ഓടി വന്ന മരണം. और उस समय अखबार में आया ऐसा, अखबार में उस खबर का शीर्षक इस प्रकार का था कि ढूंढ कर आया हुआ जो भाग्य है, लेकिन दौड़ कर आया हुआ मृत्यु भी उसे ले गया। ലോട്ടറി അടിച്ച വീടാ കൂട്ടക്കരച്ചിലായിട്ട് മാറി. और ऐसा हुआ कि लॉटरी लगा हुआ एक घर के अंदर वे सब मिलकर एक रोने का अनुभव में वे बदल गया। അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത് എൻ ശത്രുവിനതു എടുക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം പറഞ്ഞ സമ്പത്തുണ്ടല്ലോ, ലോകത്തിന് അപകരിക്കാൻ പറ്റത്തില്ല. നിത്യതയോളം കടന്നു ചെല്ലുന്ന ദൈവിക സമ്പത്ത് നിറഞ്ഞ കർത്തന്റെ വരവിനെ നോക്കി പാർക്കാൻ ഇന്ന് നമ്മളെ ഈ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. और इसलिए गीतकार इस प्रकार से गाते हैं कि कोई भी शत्रु जो हमारे अंदर जो आनंद है, खुशी है, उसे छीन कर नहीं ले जा पाएंगे। तो इसलिए परमेश्वर के हाथों में हम अपने आप को समर्पित कर दे कि प्रभु ने जो धन संपत्ति, जो आत्मिक अनुग्रह के विषय में हमें दिया है, उसे और प्रभु के हाथों में बढ़ाने के लिए सौंप दें। കൊരിന്ത്യലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. कुरिन्थियों की पत्री में इस प्रकार से पढ़े जाते हैं कि यीशु मसीह जो है अपने सब कुछ को छोड़कर हमें संपन्न या हमें धनी बनाने के लिए इस निचली पृथ्वी पर वो उतर आए। യേശു തന്റെ മഹിമ ഉരിഞ്ഞു വെച്ചിട്ട് ദാസരൂപം എടുത്ത് നമ്മെ സമ്പന്നരാക്കാൻ താഴോട്ട് ഇറങ്ങി വന്നു. और यीशु मसीह जो है अपनी महिमा को उतार कर दास का स्वरूप धारण करके हमें धनी बनाने के लिए वो अपने आप को इस प्रकार से अनुभव में ले आया। യേശുവിനെ അടക്കിയപ്പോൾ നമ്മുടെ അരിമത്തിലെ യോസേപ്പിന്റെ അളിയൻ അദ്ദേഹം ഒരു നല്ല വെള്ളത്തുണി മേടിച്ചോണ്ടെന്ന് പുതപ്പിച്ച് യേശുവിനെ അടക്കി അങ്ങ് പോയി. 3-ാം ദിവസം യേശു ഈ യോസേപ്പിന്റെ അളിയൻ കൊടുത്ത അങ്കി ചുരുട്ടി മടക്കി അവിടെ വെച്ചിട്ട്, അളിയോ ഇരിക്കുന്നുണ്ട്, ഞാൻ പോവാന്നും പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞ് യേശു അങ്ങ് പോയി. यीशु मसीह के मृत्यु के बाद हम जानते हैं कि वचन में बताया जाता है कि अरिमतिया के यूसुफ के जो कब्र है वहां पर उसे रखा गया। उसी के ऊपर एक सफेद कपड़े लपेटे हुए थे। तो जाते समय यीशु मसीह इस प्रकार से वो बोलता है कि ये जो आपके दिए हुए कपड़े हैं, इसे उसने अच्छे से घड़ी कर वहां पर रखकर वो यीशु मसीह उस स्वर्ग की ओर चले जाते हैं। ആത്മീക ദരിദ്രരെ സമ്പന്നരാക്കുവാൻ, കൃപയുടെ അത്യും ഉള്ളി പകരുവാൻ ഒരു ടീമിനെ കർത്താവ് ഒരുക്കി സജ്ജമാക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവിടോട്ട് വരിക. പിന്നെ യേശുവിനെ കണ്ട് വെളിപ്പാട് 1-ാം അധ്യായത്തില മാറത്ത് പൊൻകച്ച കെട്ടിയവനായി കണ്ടോ, 7 പൊന്നുകൾക്ക് നടുവിൽ മഹത്വവാനായി നിൽക്കുന്ന യേശുവിനെ കണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകുന്ന ആയുസ് ആത്മ നിറഞ്ഞ, ധനം നിറഞ്ഞ, കൃപയുള്ള,
കരുണയുള്ള ആ സമ്മരം നിറഞ്ഞുകൊണ്ട് കർത്താവിനെ ജീവിപ്പാൻ നമ്മളെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക്. और उस समय हम देखते हैं कि यीशु मसीह जो है वो उस सब कुछ को छोड़कर उस अनुभवों को, इस पृथ्वी के सब कुछ छोड़कर वो स्वर्गीय अनुभव में, वो आत्मिक अनुभव में वो चला जाता है। और उसी के पश्चात उसने जाते समय एक दल को तैयार करते हुए परमेश्वर के इस अनुग्रह को उन्हीं के द्वारा प्रकट करने के लिए उन्हें तैयार कर कर यीशु चले जाते हैं। बाद में उस यीशु मसीह को हम प्रकाशित वाक्य में हम आमीन यूहन्ना के आमीन उस प्रकाशन के वचनों में देखते हैं कि यीशु मसीह किस प्रकार चमकते हुए उस आमीन छाती पर सोने के पटुका लगाए हुए उस अनुभव में उसे दिखाई देता है। ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ നമ്മൾ സ്വീകരിക്കുന്ന ആരാന്നറിയോ? നമ്മൾ മുഖാന്തരം രക്ഷപ്പെട്ടവരും നമ്മൾ മുഖാന്തരം രക്ഷ പ്രാപിച്ചവരൊക്കെ നമ്മൾ സ്വീകരിക്കാൻ അവിടെ കാണും. ബാക്കി നമ്മുടെ ബന്ധുക്കൾ ആരും കല്ലറ വരെ വരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ആത്മീക വരങ്ങൾ, കൃപാധനം മുഴങ്കാലിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൻ്റെ ഒരുങ്ങി ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങനെ അത്യന്ത ധനം പ്രാപിച്ച് അതുകൊണ്ട് മറ്റൊരു നേടി, ഒരാത്മാവിനെങ്കിലും നേടി നമ്മുടെ സമയം കർത്താവിന് വേണ്ടി കൊടുത്ത് അങ്ങനെ ഇത് പങ്കിടുവാൻ. ഞാൻ പറയട്ടെ, 100,000 രൂപ കൊടുത്താൽ ഏക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സമ്പത്ത് കൈമാറിയാൽ അതൊരു അനുഗ്രഹം, അവരായുസ് മറക്കത്തില്ല, നിത്യലും കിട്ടും. അങ്ങനെ നമ്മുടെ ജീവിതം ആത്മാവിന്റെ ശക്തി നിറയപ്പെടാൻ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കും. और मैं आपसे एक बात को कहना चाहूंगा कि हमें इस दुनिया में हम कुछ भी करें, लेकिन हमें हमारे अंदर से जो आत्मिक धन या संपत्ति हम किसी को दे सकते हैं तो वही हमारे लिए बहुत बड़ा एक इनाम होगा किसी व्यक्ति के लिए। क्योंकि जब हम स्वर्ग जाते हैं तो हमें स्वीकार या हमें आलिंगन करने के लिए वही लोग होंगे जिनको हमने इस पृथ्वी में आत्मिक अनुभवों को देखकर उद्धार के अनुभव में जिनको भी ले आया होगा। हमारे बंधु मित्र, हमारे जो भी प्रिय लोग हैं, वे केवल कब्र तक हमारे साथ रहते हैं, उसके बाद सब बिछड़ जाते हैं। इसलिए हमारे जीवन से यदि हम किसी के लिए कुछ कर सकते हैं तो वही जो आत्मिक धन और अनुग्रह का जो कार्य है हम दूसरों के लिए करें। इन वचनों के द्वारा प्रभु हमें अनुग्रह और आशीष दे। ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഭാഗ്യവാനെ തീരുമാനിക്കുന്ന നമ്മളല്ല, സൃഷ്ടിച്ച ദൈവം. आत्मा में जो दरिद्र हैं वे भाग्यशाली हैं या धन्य हैं, क्योंकि वो परमेश्वर को देखेंगे। तो आत्मा में दरिद्र कौन है या आमीन जो दीन कौन है, वो हम नहीं निर्णय लेते हैं, परंतु परमेश्वर निर्णय लेते हैं। നമ്മൾ എന്തോ ഭാഗ്യവാനാ, ഭയങ്കര ഭാഗ്യവാനാ. ഇന്നാളുടെ വെളുത്ത ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചപ്പം ഭാഗ്യവാനാണ്. ഇതൊന്നും അല്ല ഭാഗ്യവാൻ, അത് പെട്ടിക്കകത്തൊതുങ്ങും. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം തീരുമാനിക്കുന്ന ഭാഗ്യവാൻ ആരാണ്? അതിനകത്തൊരു ലിസ്റ്റ് കിടപ്പുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ദുഃഖിക്കുന്നവർ, ഹൃദയശുദ്ധിയുള്ളവർ, ആത്മാവിൽ ദരിദ്രർ. ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുക. ഈ ദിവസങ്ങളിൽ ആ പാതപെടുത്തി ചെന്ന് ദൈവത്തെ ധനത്താൽ ഒരാളെ നേടി അത് പകർന്നു കൊടുത്ത് നമ്മുടെ ഹൃദയം ശൂന്യതയോടെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സജൻ, താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന സന്മനസ്സാന്നി ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. हम सोचते हैं कि आत्मा में जो धन्य है या दरिद्र है वो आनंदित और धन्य अवस्था में रहते हैं। तो उस अनुसार हमारे जीवन से हमें प्रभु के लिए कुछ कार्यों को करें। जो आत्मिक धन को हमने अनुभव किया है वो एक दूसरे को सौंपने के लिए हम तैयार हो और उसी से प्रभु हमारे जीवन में आशीष दे। इन वचनों को सुनने के लिए धन्यवाद। प्रभु आप सभी को आशीष और अनुग्रह दे।